ഹലോ എവരിബഡി. ഇന്ന് ഞാൻ ഇവിടെ പുഴുങ്ങിയ ഉരുളക്കിഴങ്ങ് കൊണ്ടുള്ള ഒരു മെഴുക്കുവരട്ടിയാണ് കാണിക്കുന്നത്. ഇവിടെ ഞാനിപ്പോൾ ഒരു ചെറിയ കിഴങ്ങുകളാണ്, ഒരു 6 കിഴങ്ങ്, ഏകദേശം ഒരു 300 ഗ്രാംസ് 250 വരും. അത് പുഴുങ്ങി വെച്ചിട്ടുണ്ട്. പിന്നെ ഒരു വലിയ സബോള ചെറുതായിട്ട് ഇതാ ഇങ്ങനെ വളരെ കനം കുറഞ്ഞ് അരിഞ്ഞു വെച്ചിട്ടുണ്ട്. അതിൻ്റെ കൂടെ ഒരു പച്ചമുളക് ചെറുതായി കീറി വെച്ചിട്ടുണ്ട്. പിന്നെ കരിവേപ്പിലയുണ്ട്, ഇഞ്ചി, ഒരു കുഞ്ഞു കഷ്ണം ഇഞ്ചിയും ഒരു 4 പോട് വെളുത്തുള്ളിയും ചെറുതായിട്ട് അരിഞ്ഞു വെച്ചിട്ടുണ്ട്. പിന്നെ ഇതിന് നമുക്ക് ചേർക്കാനുള്ള മസാലപ്പൊടികളാണ് ഇത്. ഒരു 1/2 സ്പൂൺ മഞ്ഞൾപ്പൊടി, 1 സ്പൂൺ മുളക് പൊടി, ഇത് ഞാൻ കാശ്മീരി മുളകാണ് എടുത്തിരിക്കുന്നത്, 1 സ്പൂൺ മല്ലിപ്പൊടി, 1/4 സ്പൂൺ ഗരം മസാല, 1/4 സ്പൂൺ കുരുമുളക് പൊടി, പിന്നെ ഉപ്പ്. ഇത്രയും സാധനമാണ്. ഇതെല്ലാം കൂടെ നമ്മൾ കുഴച്ചാണ് ഇതിൽ ചേർക്കാൻ പോകുന്നത്. ആദ്യമായിട്ട് ഉരുളക്കിഴങ്ങ് നമ്മൾ ഏകദേശം മെഴുക്കുവരട്ടിയുടെ പാകത്തിന് മുറിച്ചെടുക്കുക. നിങ്ങൾ ഈ കിഴങ്ങ് പുഴുങ്ങുമ്പോൾ ഒരു കാര്യം ഓർക്കണം, ഒരുപാട് ഓവർ പുഴുങ്ങിപ്പോകരുത്. അതായത് നമുക്കിപ്പോൾ മാഷ് ചെയ്യാനൊക്കെ ആണെങ്കിൽ നമ്മൾ നല്ലപോലെ പുഴുങ്ങും. ഇത് നമുക്കിങ്ങനെ കട്ട് ചെയ്ത് കഷ്ണമാക്കാൻ തക്കവണ്ണമുള്ള വേവ് മതി ഇതിന്, എന്നാൽ വെന്തിരിക്കുകയും ചെയ്യണം. വെച്ച് തീ കത്തിച്ചു, അതിലോട്ട് കുറച്ച് വെളിച്ചെണ്ണ, നിങ്ങൾക്ക് എന്ത് എണ്ണ വേണേൽ ഇടുക, പക്ഷേ മെഴുക്കുവരട്ടിക്ക് എപ്പോഴും വെളിച്ചെണ്ണയായിരിക്കും സ്വാദം. എണ്ണ ചൂടാകുമ്പോൾ നമ്മൾ അരിഞ്ഞു വെച്ചിരിക്കുന്ന സബോള, പച്ചമുളക്, കരിവേപ്പില, ഇഞ്ചി, വെളുത്തുള്ളി, ഇതെല്ലാം ചെറുതായിട്ട് അരിഞ്ഞു വെച്ചിരിക്കുക, ഇതെല്ലാം കൂടെ ഈ എണ്ണയിലോട്ട് ഇടും. ഇതിനെ ഒന്ന് നല്ലപോലെ ഫ്രൈ ആകണം. ഈ സമയം നമുക്ക് ഈ സബോളയൊക്കെ ഒന്ന് മൂക്കുന്ന ഈ സമയത്ത് നമുക്ക് ഈ പൊടികളെല്ലാം കൂടെ ഉപ്പ് സഹിതം, ഉപ്പ് കുറച്ചേ ഇട്ടിട്ടുള്ളൂ, ഉപ്പ് പിന്നെ നമുക്ക് അവസാനം ടേസ്റ്റ് നോക്കിയിട്ട് ഉപ്പ് ചേർക്കാം. ഉള്ള ഉപ്പും ഇതും എല്ലാം കൂടെ നമ്മൾ ഇതുപോലെ ഒന്ന് നല്ലപോലെ മിക്സ് ചെയ്തിട്ട് അതിലോട്ട് കുറച്ച് തിളച്ച വെള്ളമായിരിക്കും. ആ തിളച്ച വെള്ളത്തിൽ ഇതൊന്ന് നല്ലപോലെ നമ്മൾ കുഴച്ച് വയ്ക്കാം, ഈ പൊടികളെല്ലാം കൂടെ. ഇപ്പം നമ്മുടെ സവോളയൊക്കെ ഏകദേശം മൂത്തിട്ടുണ്ട്, മൂക്കൽ മതി. നമ്മളിപ്പോൾ ഈ കുഴച്ച് വെച്ചിരിക്കുന്ന ഈ മസാല ഇതിലോട്ട് ഇടുക. ഈ സമയം നമുക്കൊരു തരി വെളിച്ചെണ്ണ ഇതിലോട്ട് ചേർക്കണം, കുറച്ച് മതി. ഇതൊന്ന് മൂക്കാൻ വേണ്ടിയാണ്. നല്ല മസാലയൊക്കെ നല്ല മൂത്ത മണം വരുന്നുണ്ട്. ഈ സമയം നമ്മൾ ആ ഉരുളക്കിഴങ്ങ് നമ്മളിത് കലക്കി വെച്ചിരുന്ന ഇതിലോട്ടാകുമ്പോൾ അതിലെ പറ്റിയിരുന്നെല്ലാം കൂടി ഈ കിഴങ്ങിലോട്ട് പറ്റിയിരുന്ന് വരും. ഒട്ടും അരപ്പ് നമുക്ക് നഷ്ടമാകത്തില്ല, അല്ലെങ്കിൽ പ്ലേറ്റിലൊക്കെ ഒരുപാട് പിടിച്ചിരിക്കും. എന്നിട്ട് കിഴങ്ങിട്ട് നല്ലപോലെ ഇളക്കും. ഈ സമയം തീ നല്ലപോലെ കുറച്ചിരിക്കുക. ഈ കിഴങ്ങ് കഷ്ണങ്ങളെല്ലാം നമ്മൾ ഇടയ്ക്കൊന്ന് ഇളക്കി കൊടുക്കണം. മെഴുക്കുവരട്ടിക്ക് നമ്മൾ ഇളക്കുമല്ലോ, അതുപോലെ തന്നെ ഇടയ്ക്കൊന്ന്. ഹലോ, ഇതാ നമ്മുടെ എല്ലാം മെഴുക്കുവരട്ടിയൊക്കെ റെഡി ആയിട്ടുണ്ട്. വളരെ പെട്ടെന്ന്
നമുക്ക് ഇതുണ്ടാക്കാൻ എടുക്കും. ഇതൊരു നല്ലൊരു വളരെ ടേസ്റ്റി ആയിട്ടുള്ള മെഴുക്കുവരട്ടിയാണ്. നിങ്ങളിപ്പോൾ ഒരു വെജിറ്റേറിയൻ ലഞ്ചൊക്കെ ആർക്കെങ്കിലും കൊടുക്കുകയാണെങ്കിൽ അതിൽ ഉൾപ്പെടുത്താൻ പറ്റിയ ഒരു നല്ല ഐറ്റമാണ് ഈ പൊട്ടറ്റോ മെഴുക്കുവരട്ടി. നമുക്ക് കിഴങ്ങിൻ്റെ തൊലി കളയുന്ന എളുപ്പമാണ്, ചെത്താനോ ഇതിനോ ഒന്നും പോകണ്ട. ഇനി ഇത് മാത്രം നിങ്ങൾ നോക്കണം, ഇത് ഒത്തിരി പൊടിഞ്ഞു പോകരുത് ബോയിൽ ചെയ്യുമ്പോൾ. അങ്ങനെയാണെങ്കിൽ നമുക്കിതുപോലെ മുറിച്ചെടുക്കാനൊക്കത്തില്ല. അപ്പോൾ എല്ലാവരും ഇത് ഉണ്ടാക്കി നോക്കുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. എന്നിട്ട് നിങ്ങളുടെ ലൈക്ക് അടിക്കുക, നിങ്ങളുടെ കമൻറ്റുകളൊക്കെ തരിക, ഷെയർ ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക.